ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ആദ്യമായിട്ട് എൻ്റെ റമദാൻ കരീം. റമദാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും നോമ്പൊക്കെ ആയിട്ട് നല്ല തിരക്കുകളിലൊക്കെ ആയിരിക്കും, അറിയാം. പിന്നെ അതുപോലെ 2-3 ദിവസമായിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്താണെന്നുള്ളതൊക്കെ ഞാൻ തുടർന്നുള്ള വീഡിയോസിൽ പറയാം. അപ്പോൾ ഞാനിവിടെ ഒരു കേക്ക് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ വിശേഷങ്ങൾ എന്നുള്ളതൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ഞാനിവിടെ ഓരോ കേക്കുകളായിട്ട് ഐസിങ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കേക്കിന് ഓർഡർ വരുന്ന സമയങ്ങളിൽ ഒരുപാട് പേര് ഇന്നിപ്പോൾ കൊടുക്കാനുള്ള ഓർഡർ ആണെങ്കിൽ തലേ ദിവസം വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അതും രാത്രിയിലായിരിക്കും കൂടുതൽ പേരും വർക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ രാത്രിയിലുള്ള കുറച്ച് സംഭവങ്ങളാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ രാത്രിയിൽ വർക്ക് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ഒരു തിരക്ക് പിടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ടോട്ടൽ 2 kg ഒരു ടയർ കേക്കാണ് ചെയ്യുന്നത്. വൈറ്റ് ഫോറസ്റ്റ് ആണ് ഫ്ലേവർ വന്നിട്ടുള്ളത് കേട്ടോ. 7 ഇഞ്ചിലും 4 ഇഞ്ചിലുമാണ് ഈ ഒരു കേക്കിന് ചെയ്യുന്നത്. കുറച്ച് ഹൈറ്റുള്ളൊരു ടയർ കേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ഇങ്ങനെ ചെയ്യാൻ കാരണം, ഞാൻ തലേ ദിവസം നമുക്കൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കേക്ക് കുറച്ച് ഹൈറ്റിലുള്ള ഒരു ടയർ കേക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് അവർ ഡേറ്റ് ചേഞ്ച് ചെയ്തു. പിന്നെ ഒരു ദിവസം പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സ്പഞ്ച് ഓൾറെഡി ഉണ്ടാക്കിയ കാരണം ഇവർക്ക് ഇപ്പോൾ ഈ ഓർഡർ തന്ന ടീമിന് നമ്മളത് സെറ്റാക്കി കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ച് ഹൈറ്റിലുള്ള കേക്കാണ് നമുക്കിപ്പോൾ കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2 കേക്കിനും ഇവിടെ ക്രീം കോട്ടിങ് ചെയ്തിട്ടുണ്ട്, 7 ഇഞ്ചിലും 4 ഇഞ്ചിലും. അതവിടെ ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ശേഷം അതേപോലെ തന്നെ ഒരു 1 kg ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും കൂടി നമുക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടി ഞാനിതിന് ചെയ്യണുണ്ട് കേട്ടോ. ക്രീം കോട്ടിങ് ചെയ്തിട്ട് വെക്കുകയാണ്. ക്രീം കോട്ടിങ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ ഫുഡ് ഉണ്ടാക്കൽ തുടങ്ങുക കേട്ടോ. അപ്പോൾ രാത്രി എന്നും ചപ്പാത്തി വേണം, ചപ്പാത്തിയും അതിലേക്കുള്ള കറിയും വേണം. അപ്പോൾ ഇത് കേക്കിൻ്റെ വർക്ക് ഉണ്ടാകുമ്പോൾ കേക്ക് ആദ്യം ക്രം കോട്ടിങ് ചെയ്തിട്ട് ആ ഒരു സമയം നമുക്ക് അവിടെ കൂളാവാൻ വേണ്ടി കിട്ടും, ഈ ഒരു ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയത്തല്ലോ. അതുകൊണ്ട് ഞാൻ കേക്ക് ആദ്യം ക്രം കോട്ടിങ് ചെയ്യും. എന്നിട്ട് അതിന് സെറ്റാവണ ആ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നമ്മൾ ടൈം, ആ ഒരു സമയത്ത് കേക്ക് നന്നായിട്ട് തന്നെ കൂളാവുമല്ലോ. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ചപ്പാത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഫൈനൽ കോട്ടിങ് ചെയ്യും. അങ്ങനെയാണ് സാധാരണ ചെയ്യൽ കേട്ടോ. ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഫുഡ് കൊടുക്കലും എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കാറാണുള്ളത്. അപ്പോൾ ഞാൻ ക്രം കോട്ടിങ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ടൈമിൽ ആണ് മക്കൾ പറഞ്ഞത് ചപ്പാത്തി വേണ്ട, അവർക്ക് പൂരി വേണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ പൂരി ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഗോതമ്പ് മൈദ വെച്ചിട്ടല്ല ചെയ്യണത്, ഗോതമ്പ് വെച്ചിട്ടാണ്. പിന്നെ അതിലേക്ക് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ഓയിലും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇത് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ ഓയിൽ ചേർക്കാം, അതുപോലെ കുറച്ച് ചൂടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് പിന്നെ ഒരു അരമണിക്കൂറോളം നമ്മൾ മാറ്റി വെക്കും. അപ്പോൾ പൂരിൻ്റെ ആ ഒരു മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂറോളം അതവിടെ വെക്കും, എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് പിന്നെ ഈ ഒരു അരമണിക്കൂറിൻ്റെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കേക്കിൻ്റെ ഫൈനൽ കോട്ടിങ് ചെയ്ത് വെക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ 1 kg ചെയ്തിട്ടുള്ള കേക്ക് 7 ഇഞ്ച് സൈസിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിന് ഞാനിവിടെ ക്രം കോട്ടിങ് ചെയ്ത് നന്നായിട്ട് തന്നെ സെറ്റായിട്ടുണ്ടായിരുന്നു. ഇതിനെ ഒന്ന് ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കേക്ക് നമുക്കൊരു ഹാർട്ട്, അതായത് ഒരു ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു തീമിൽ ചെയ്യാനുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ നല്ല ഷാർപ്പ് എഡ്ജാക്കിയിട്ട് എടുക്കുക, അത്രയേ ഉള്ളൂ ഈ ഒരു കേക്കിൽ. എല്ലാ കേക്കിലും നമുക്ക് ഫോണ്ടൻറ്റ് വർക്ക്, ഈ 2 കേക്കിലും ഫോണ്ടൻറ്റ് വർക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് ഡെക്കറേഷനൊന്നും തലേ ദിവസം ചെയ്യാനില്ല. 2 കേക്കും നല്ല ഷാർപ്പ് എഡ്ജാക്കി വെക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ 7 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്ക് ഇപ്പോൾ ഷാർപ്പ് എഡ്ജാക്കിയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. പിന്നെ അതിൻ്റെ ശേഷം ടയർ കേക്കാണ് വരുന്നത്. ടയർ കേക്കിൽ 4 ഇഞ്ച് സൈസിൽ ചെയ്തിട്ടുള്ള കേക്ക് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ഞാനിവിടെ ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കുകയാണ്. എല്ലാ കേക്കിലും കളറൊന്നും മിക്സ് ചെയ്യാനൊന്നുമില്ല, വൈറ്റ് കളറിൽ തന്നെയാണ് കേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ 4 ഇഞ്ച് സൈസിലുള്ള കുറച്ച് ഹൈറ്റുള്ള ഒരു കേക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിനെ ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ശേഷം താഴെ ഭാഗത്ത് കൊടുക്കാനുള്ള 7 ഇഞ്ച് സൈസിലുള്ള ടയർ കേക്കിൻ്റെ താഴെ ഭാഗത്തുള്ള കേക്കാണ് കേട്ടോ അത്. അതും കൂടി ഞാനിവിടെ ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പം ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള ബ്ലാക്ക് ബേസാണ്. ബ്ലാക്ക് ബേസ് ആകുമ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ബേസ് ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. വൈറ്റ് ബേസ് ആകുമ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല. ഇനിയിപ്പോൾ ക്രീം അതിലുണ്ടെന്നുണ്ടെങ്കിലും അങ്ങനെ കാണില്ല. ബ്ലാക്ക് ആകുമ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പിന്നെ അത് കേക്കൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിവിടെ ബൂരി ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. മോനക്ക് ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ടൈം ലേറ്റ് ആയല്ലോ അതുകൊണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഇവിടെ ഫ്രൈ ചെയ്യണമുണ്ട്. പിന്നെ അവനക്ക് കൊടുക്കണമുണ്ട് കേട്ടോ. അതിനിടക്കായിട്ട് തന്നെ അവന് പെട്ടെന്ന് ഉറങ്ങും. അവനക്ക് അത്രയും ഇഷ്ടമാണ് ഫുഡ് കഴിക്കാതൊക്കെ എടുക്കുന്നത്. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ആയിട്ട് തന്നെ ടൈം ഉണ്ടാക്കിയിട്ട് അവനക്ക് ഫുഡ് കൊടുക്കണുണ്ട്. പിന്നെ ഒറ്റയ്ക്ക് കഴിക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൻ അങ്ങനെ കഴിക്കില്ല. നമ്മൾ തന്നെ കൊടുക്കണം. പിന്നെ അങ്ങനെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഫോണ് മുന്നിൽ വേണം. ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ബൂരി ഉണ്ടാക്കിയിരിക്കണമെന്നുണ്ടെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട്. നമ്മൾ മൈദ വെച്ചിട്ട് ചെയ്യണ പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ നന്നായിട്ട് തന്നെ പൊള്ളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് കറി ഉണ്ടാക്കിയിട്ടുള്ളത് ചിക്കൻ്റെ പാർട്സ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വൈകിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അതൊന്ന് ചൂടാക്കിയിട്ട് കുറച്ച് ചപ്പും അതുപോലെ കറി ലീവ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ റെഡിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഈ ഒരു വർക്ക് ചെയ്യണത് മോർണിംഗിലാണ്. അന്ന് വൈകിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 കിലോ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് വന്നിട്ടുള്ള ഓർഡർ. അപ്പോൾ അതിൻ്റെ ഉള്ള ബാറ്ററാണ് ഇവിടെ റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ടോട്ടൽ 3 kgയിലുള്ള ബാറ്റർ ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്ക് പിറ്റേ ദിവസം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കേക്കും കൂടി അതിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്യാനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു. 1 kgയിലുള്ള ഒരു 7 ഇഞ്ച് സൈസിൽ ചെയ്തിട്ടുള്ള കേക്കാണ്. അതിൻ്റെ മുകളിൽ ആനിവേഴ്സറി തീമിലായിട്ട് ഒരു കുറച്ച് ഹാർട്ടും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സിമ്പിളാണ്. ഹാർട്ട് വെച്ചിട്ട് കട്ട് ചെയ്യുക. അതുപോലെ സിലിക്കണ്ട മോൾഡിൽ ഹാർട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആയതിൻ്റെ ശേഷമാണ് സിലിക്കണ്ട മോൾഡിൽ ചെയ്തിട്ടുള്ള ആ ഒരു ഹാർട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ്. ആനിവേഴ്സറിക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡെക്കറേഷനാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡിയായി പാക്ക് ചെയ്ത് ഫോട്ടോ എടുത്ത് പാക്ക് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടു അത് കൊണ്ടുപോയതിൻ്റെ ശേഷമാണ് നമുക്ക് വേറൊരു ടയർ കേക്ക് ഉണ്ടായിരുന്നില്ല. ആ ഒരു കേക്കും കൂടി ഞാനിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫോണ്ടൻറ്റ് വർക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ മുകളിലായിട്ട് കാറ്, അതുപോലെ താഴെ ഭാഗത്ത് കുറച്ച് ഫോണ്ടൻറ്റ് വർക്ക്. ഇത് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡെക്കറേഷൻ കേട്ടോ. അതുകൊണ്ടാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളും ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. മുന്നേ 2-3 പ്രാവശ്യമായിട്ട് ഈ ഒരു വർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതെല്ലാം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്തു. പിന്നെ അതിൻ്റെ ശേഷം വൈകിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കേക്ക്, അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫോണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഫോണ്ടൻറ്റ് വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതൊക്കെ ഞാൻ നേരത്തെ തന്നെ സെറ്റാക്കി ഡ്രൈ ആക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂണിക്കോൺ തീമിലാണ് ഈ ഒരു കേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയുകയാണ്, ഈ ഒരു യൂണിക്കോണിനെ ചെയ്യുന്നത് മുന്നൊരു വീഡിയോയിൽ കാണിച്ചപ്പോഴും കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ യൂണിക്കോണിനെ ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും അവർക്കൊക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ. ഇതിൽ തന്നെ കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആയി പോകും വീഡിയോ. അതുകൊണ്ടാണ് അതിൽ കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. രാത്രിയിലാണ് ഈ ഒരു ഫോട്ടോ എടുക്കണത് കേട്ടോ. അതുകൊണ്ട് അധികം ക്ലിയർ ഒന്നുമില്ല. എന്നാലും എഡിറ്റ് ചെയ്ത് കുറച്ച് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ആ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ, ഈ ഒരു കേക്ക് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇതിലുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിലെന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നിട്ട് എന്തായാലും നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്